ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഇത് ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ ആക്റ്റീവ 125 വണ്ടിയാണ്. വണ്ടി ചെറുതായിട്ടൊന്നും മറിഞ്ഞു വീണതാണ്. അപ്പോൾ സൈലൻസറിൻ്റെ ഭാഗം ടച്ചായി, സൈലൻസർ പോയി ടച്ച് ചെയ്തിട്ട് ഇവിടെ എൻജിൻ കേസ് ഇതിൽ നിന്ന് പൊട്ടിപ്പോയിരുന്നു കേട്ടോ. ഇവിടെ ബോൾട്ട് ചെയ്യുന്ന ഭാഗമാണ്. ഇതേപോലെ നമുക്ക് അതിന് സൈലൻസർ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ട ഭാഗമാണ് ഇവിടെ പൊട്ടിപ്പോയത്. അതേപോലെ തന്നെ സൈലൻസറിൻ്റെ അലൈൻമെൻറ്റും മാറിപ്പോയിട്ടുണ്ട്, ഉള്ളിലേക്ക് ഒരുപാട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്തതാണ്. അലുമിനിയം വെൽഡിംഗ് ആണ്. അലുമിനിയം വെൽഡ് ചെയ്ത് നമുക്ക് ശരിക്കും ഇതേ പൊടിഞ്ഞു പോയേക്കണ ആ ഭാഗം അതേപോലെ തന്നെ മോൾഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം ത്രെഡ് ചെയ്ത് സാധാരണ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. വലിയ പഴക്കമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ക്ലെയിം ചെയ്യണ്ട എന്ന് പറഞ്ഞത് പ്രകാരം ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് താമസം തന്നെ കുറക്കണം. എൻജിൻ കേസൊക്കെ നമുക്ക് റിപ്പയറിങ്ങൊക്കെ അഴിച്ച് ഫുള്ളായിട്ട് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആ അഴിക്കുന്നതും ഒഴിവാക്കാം, സമയവും ലാഭിക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതി, പക്ഷേ നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ റിപ്പയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് അലുമിനിയം ഇതുമ്പോൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് മോൾഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിന് ശേഷം ത്രെഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഇനിയിപ്പോൾ ലെയ്ത്തിലേക്ക് പോയി അത് റെഡിയായി വരണം. 2 ദിവസം താമസമുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ വന്നതിൻ്റെ അനുസരിച്ച് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. പരമാവധി നമ്മൾ ശനിയാഴ്ച വൈകിട്ടത്തേക്ക് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. സാധാരണ രീതിയിൽ നമുക്ക് 2 ദിവസത്തെ താമസമാണ് നിലവിൽ വരാറുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിച്ചോളാം എന്തായാലും കേട്ടോ. ഓക്കെ.